നമുക്കിന്ന് സെലക്കിൻ്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ ഒരു എറർ കോഡ് ഉണ്ട്, SBR എന്ന് പറയുന്ന. അപ്പോൾ എന്തുകൊണ്ടാണ് SBR എന്ന് പറഞ്ഞ കോഡ് വരുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ലൈനിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ഇതുപോലെ SBR എന്ന് പറഞ്ഞ എറർ മെസ്സേജ് വരികയാണെങ്കിൽ അതിൻ്റെ കാരണം നമുക്കറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സമയത്താണ് അത് വരുന്നതെങ്കിൽ ചിലപ്പം അതിൻ്റെ ഇൻപുട്ട് RTD ആണോ തെർമോകപ്പിളാണോ എന്ന് സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം മൂലമായിരിക്കും. അല്ലാതെ റണ്ണിങ്ങിലിരിക്കുന്ന ഒരു ലൈനിൽ ടെമ്പറേച്ചർ കാണിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ SBR ആയി മാറുകയാണെങ്കിൽ അത് തെർമോകപ്പിളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സമയത്ത് ടെമ്പറേച്ചർ കൺട്രോളറിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് തെർമോകപ്പിൾ അല്ലെങ്കിൽ RTD PT100 എന്ന് പറയുന്ന സാധനങ്ങൾ. RTD PT100 തുടങ്ങിയവയ്ക്ക് 3 വയറുകളും തെർമോകപ്പിളിന് 2 വയറുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ SBR എന്ന് പറഞ്ഞ മെസ്സേജ് ഓപ്പൺ സർക്യൂട്ടിനെയാണ് കാണിക്കുന്നത്. അതായത് തെർമോകപ്പിളിൻ്റെ വയർ ആ ടെർമിനലിൽ നിന്നും ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ തെർമോകപ്പിൾ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ടെർമിനൽ സെക്ഷനിൽ പോയിട്ട് വയർ റിമൂവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക, ഇല്ല എങ്കിൽ തെർമോകപ്പിൾ ഓപ്പണായി എന്നാണ് അർത്ഥം. അങ്ങനെ തെർമോകപ്പിൾ ഓപ്പൺ ആയെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാമെന്ന് മാത്രമേ നടപടിയുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ ലൈനിലൊക്കെ നമ്മളത് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ മാറേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നമ്മൾ 2 സൈസ് ടെമ്പറേച്ചർ ചെയ്യാൻ വേണ്ടി RTDകളും PT100 അല്ല തെർമോകപ്പിൾ അങ്ങനെ ഇതുണ്ട്. RTDകൾക്ക് PT100ന് 3 കേബിളുകളാണുള്ളത്. മറ്റേ തെർമോകപ്പിൾ JK ടൈപ്പ് L അങ്ങനെ പല സൈസുകളുണ്ട്. അതിന് 2 വയറുകളാണുള്ളത്. ഇത് 2 വയറുള്ള ടൈപ്പ് തെർമോകപ്പിളാണ്. ഇത് L ടൈപ്പാണ്. അതിൻ്റെ ഇൻപുട്ട് നമ്മൾ L ആണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം RTD സെലക്ഷൻ കിടക്കുവാണെങ്കിലും ഇതുപോലെ SBR എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് കാണിക്കും. അപ്പോൾ തെർമോകപ്പിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് തന്നെ ഇൻപുട്ട് സെലക്ഷൻ കൊടുക്കേണ്ടതാണ്. RTD ഇൻപുട്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ 2 പേരുള്ള തെർമോകപ്പിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ ലൈനിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ സർക്യൂട്ടാണ് നമ്മൾ മനസ്സിലാക്കുകയും ഒന്നെങ്കിൽ ആ വയർ ഡിസ്കണക്ട് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യും, ഇല്ല എങ്കിൽ തെർമോകപ്പിൾ റീപ്ലേസ് ചെയ്യുക മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത് പുതിയൊരു തെർമോകപ്പിളുണ്ട്. ഇതിന് 2 വയറുള്ള ടൈപ്പാണ്, L ടൈപ്പാണ്. നമുക്കിത് കണക്ട് ചെയ്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതൊരു പുതിയ തെർമോകപ്പിൾ നമ്മുടെ അടുത്ത് സ്പെയർ ഇരുന്നതാണ്. ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. 1-2 ടെർമിനലുകൾ അതിൻ്റെ ഇത് വർക്ക് ചെയ്യാനുള്ള സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. നമ്മളതിൻ്റെ കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, 40 ഡിഗ്രി കാണിക്കുന്നുണ്ട്. നമ്മുടെ സാധനം മാറി റെഡി ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.